ഈ ഫിദിയ നൽകൽ റമദാനിൻ്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ റമദാൻ്റെ തുടക്കത്തിൽ തന്നെ റമദാൻ പൂർണ്ണമായി 30 ദിവസത്തെ അല്ലെങ്കിൽ 29 ദിവസത്തെ ഫിദിയ നൽകാൻ പറ്റുമോ എന്നുള്ള സംശയം കൂടിയും. ഇത് പിന്നെ അയാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല എന്ന് 100% ഉറപ്പുള്ള രോഗികളാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാൻസർ രോഗികളെ പോലുള്ള രോഗികൾ, അതുപോലെ തന്നെ വാർദ്ധക്യ സംബന്ധമായ അസുഖമുള്ള രോഗികൾ, അവരെ സംബന്ധിച്ചുള്ള ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം അങ്ങനത്തെ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും കഫാറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ആ റമദാനിൽ തന്നെ അത് കൊടുക്കാം. റമദാനിൻ്റെ തുടക്കത്തിൽ തന്നെ, പരിശുദ്ധ റമദാനിൻ്റെ തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ നോമ്പിന് മുമ്പോ അല്ലെങ്കിൽ റമദാനിൻ്റെ തുടക്കത്തിലോ അത് നൽകാം. അതല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ടും കൊടുക്കാം. ഏത് സമയത്തും വേണമെങ്കിൽ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. പിന്നെ റമദാനിൽ തന്നെ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുത്തിട്ട്, ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 30 നോമ്പാണെങ്കിൽ ഒരു 30 പാവപ്പെട്ട മിസ്കീനുകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഒരു ദിവസത്തെ നോമ്പുതുറ അവർക്ക് വേണ്ടി ഒരുക്കുകയും ആ നോമ്പുതുറയിലേക്ക് ഇതിന് അർഹരായ എത്ര നോമ്പാണ് അത്രയും ആളുകളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ റമദാനിലും ആദ്യത്തിലും വേണമെങ്കിൽ ചെയ്യാം. റമദാനിൻ്റെ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ല, റമദാൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് വിട്ടാൻ 11 മാസത്തെ കാലമുണ്ട്. അപ്പോൾ ആ കാലയളവിൽ അടുത്ത റമദാനിന് മുമ്പായിട്ട് നമുക്ക് സൗകര്യപ്പെടുന്നൊരു സമയം നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല